കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തുന്നു, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രയാഗത്തെ അർപ്പിക്കുന്നു. കർത്താവേ, വിശുദ്ധ പകൽക്കാലം തമ്പുരാന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, സ്വർഗം കണ്ടതും ഭൂമി കാണാത്തതുമായ ഒരു നല്ലൊരു പകൽക്കാലം കൂടെ കർത്താവേ ഭൂമിയുടെ പരപ്പിൽ ഞങ്ങൾക്കായിരുന്നു. സർവ്വദയാലുവായ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവർ തന്ന കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം നാഥൻ അത്ഭുതകരമായ കരം ഞങ്ങളുടെ നടുവിൽ ചലിക്കപ്പെടുവാൻ എൻ്റെ കർത്താവിനെയാക്കേണ്ടതിനായി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെള്ളത്തിൽ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ആത്മാവിൽ തമ്പുരാനോട് യാചിക്കുന്നു. കർത്താവേ, സ്വർഗമെന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം അരുളി ചെയ്ത തമ്പുരാന്റെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് അപ്പന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഒരാളെ മാറിയതുപോലെ കർത്താവേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളെ തിരുകരത്തിലേക്ക് അർപ്പിക്കുകയാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം മതിപുനായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യണമേ. കർത്താവേ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഏറെയായിരിക്കുമ്പോൾ അതിനടുവിലെല്ലാം കാത്തു പരിപാലിക്കുന്ന ഒരു നല്ല തമ്പുരാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവുള്ളത് കൊണ്ട് നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഇന്ന് തമ്പുരാന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ, ആത്മാവിന്റെ അത്യന്തപരമായ നിറവ് കണ്ട് ആനന്ദിക്കുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെള്ളത്തിൽ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് പകൽക്കാലം കർത്താവ് ആരാധനയുടെ ആരംഭം മുതൽ അവസാന നിമിഷം വരെയും അവിടുത്തെ പ്രവൃത്തികൾ ആനന്ദിക്കുവാൻ ഇടയാകുമാറാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊന്നും സാധ്യമല്ല, സകലത്തെയും സാധ്യമാക്കുവാൻ കഴിവുള്ളവൻ എന്റെ കർത്താവത്രേ അവിടുത്തെ കരം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ചലിക്കുമാറാകണമേ. കർത്താവേ, അരുമനാഥന്റെ തിരുവചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ ആലയത്തിന്റെ നടുവിൽ ചലിക്കട്ടെ, ചലിക്കണമേ. കർത്താവേ, കാറ്റിന്റെ കാലം വേഗത്തിൽ ഒഴുകുന്ന വചനത്തിന്റെ ശക്തി കർത്താവേ, ഇന്നത്തെ കാലം തേജസ്സിൽ വെളിപ്പെടുന്ന അരുമനാഥന്റെ വചനത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ചലിക്കപ്പെടുവാൻ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പകൽക്കാലം എന്റെ തമ്പുരാന്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ അവന്റെ കൃപ തരണമേ. കർത്താവേ, ഹല്ലേലൂയ. കടന്നുവന്ന തന്റെ മക്കളെ എന്റെ കർത്താവിന്റെ പകൽക്കാലം അത്യന്തവരെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രതിസന്ധികളും ഏറെയായിരിക്കുമ്പോൾ അതിൽ നടുവിലെന്നാഥന്റെ പൊന്നുപത്തേക്ക് നോക്കുവാൻ എന്റെ കർത്താവിനെ തുലിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവെ കടന്നുവന്ന ഓരോ മക്കളെയും ഇന്ന് പകൽക്കാലം അത്ഭുതത്തിന്റെ കരം നീട്ടണമേ, അനുഗ്രഹത്തിന്റെ കരം നീട്ടണമേ, സമാധാനത്തിന്റെ കരം നീട്ടുമാറാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഒരാളെ മാറിയവരെ പോലെ യേശുവെ ഇന്ന് പകൽക്കാലം തീർപ്പാൻ എന്റെ കർത്താവ് മതിയായോടെ നിങ്ങൾ അറിയുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് രോഗത്തോടെ ഭാരത്തോടെ പ്രയാസത്തോടെ വ്യാകുലതയോടെ കർത്താവ് കടന്നു വന്ന സ്വന്തം മക്കളെ ഇന്ന് പകൽക്കാലം സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവ് സമാധാനം നൽകി അത്ഭുതം ചെയ്യേണ്ടതിനായി ആത്മാവിൽ തമ്പുരാനോട് യാചിക്കുന്നു. കർത്താവേ, എന്നോട് ചോദിച്ചുകൊള്ളുക, സകലത്തെയും അവകാശമായി തരാം, സകലത്തെയും അവകാശമായി തരാമെന്ന് അരുളി ചെയ്ത അരുമനാഥൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകുവാൻ മതിയായിരുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ ഒരു വലിയ ദൈവപ്രവൃത്തിയാൽ തീരുവാൻ ദൈവമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരംഭങ്ങൾ അവസാനിക്കുന്ന നിമിഷം വരെയും പരിശുദ്ധാത്മാവിന്റെ അത്യന്തപരമായ സാന്നിധ്യം ഞങ്ങളുടെ ചലിക്കപ്പെടുവാൻ ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ആത്മീയ ആരാധനയ്ക്ക് എതിരായി പോരടിക്കുന്ന വെല്ലുവിളിക്കുന്ന സകല പർവ്വത ശക്തികളെയും വീട്ടിന്റെ ആധിപത്യങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ശാസിച്ച് ജയം പ്രാപിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം വലിയ പ്രവൃത്തിയായി തീരുവാൻ ഇടയക്കണം. അനുഗ്രഹ വചനം നൽകുമാറാകണമേ. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ വെളിപ്പെടുവാൻ എന്റെ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുമനാഥന്റെ കൃപയാൽ പ്രതികരണം അത്ഭുതത്തിന്റെ പിതാവ് ചെയ്യുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുസന്നിധിയിലായിരിക്കട്ടെ, അത്ഭുതത്തിന്റെ പിതാവ് കൽപ്പിക്കുമാറാകണം. സകലമാണെല്ലാം എന്റെ കർത്താവ് എടുക്കണം. ഈ യേശു കർത്താവിന്റെ പൊന്നുനാമത്തിൽ തന്നെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ പറഞ്ഞാട്ടെ. ഇപ്പോൾ പാട്ട് പാടി അരുമനാഥനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. Oh
സന്തോഷിച്ച് ഉല്ലാസിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ തപ്പോടെ കിന്നരത്തോടെ കൈത്താളത്തോടെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ നൃത്തം ചെയ്തുകൊണ്ട് ആരോഗ്യം തന്ന ദൈവത്തെ, ആയുസ് തന്ന ദൈവത്തെ, ഹല്ലേലൂയ ഹല്ലേലൂയ കണ്ണുകളും കാലുകളും അവയവങ്ങളെ പൂർണ്ണതയോടെ നിർത്തിയ ഒരു സ്വർഗ്ഗത്തിലെ ദൈവത്തെ, അനേകം ജീവിതങ്ങൾ ചതഞ്ഞിറങ്ങി റോഡിൽ മാറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അനേകം വൈറസ് ബാധകൾ ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എന്നെയും നിങ്ങളെയും സൂക്ഷിച്ച ഒരു സ്വർഗ്ഗത്തിലെ ദൈവത്തെ ഇന്ന പകൽക്കാലം പൂർണ്ണമഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ഏത് ഹല്ലേലൂയ ഇടിപ്പിടകളിൽ ഇരുന്നു കൊണ്ടാണോ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ഹല്ലേലൂയ പൂർണ്ണമഹത്വം കൊടുക്കുന്നത്, ഹല്ലേലൂയ അവിടേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ ശരീരത്തിലെ രോഗബന്ധനങ്ങളെ അഴിച്ച ആത്മാവിന്റെ ശക്തി എണ്ണയും വീഞ്ഞും പുരട്ടി നിന്നെ ഹല്ലേലൂയ ഉറപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ ഒരുക്കമുള്ള ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിന്റെ ഉള്ളതകളിലേക്ക് ഇറങ്ങി വരുവാൻ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ ഹൃദയങ്ങളെ ഉറപ്പിച്ചാട്ടെ, ഹൃദയങ്ങളെ ഒരുക്കി കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ നന്ദി പറയുന്നു പിതാവേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ ഹല്ലേലൂയ ദൈവം ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ഹല്ലേലൂയ ഞങ്ങൾക്ക് സാക്ഷ്യമായി നിൽപ്പാൻ ദൈവത്തിന്റെ നിർദ്ദേശങ്ങളായി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ലോകത്തുള്ള മധ്യത്തിലേക്കാളും ആരാധിക്കാൻ യോഗ്യനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഓ Hallelujah.
അനേകം വീഴ്ചകൾ ഉണ്ടാവാം, ജീവിതത്തിൽ അനേകം കേടുപാടുകൾ ഉണ്ടാവാം, ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുവാൻ അനേക കാര്യങ്ങൾ ഉണ്ടാവാം. തടസ്സമായി നിൽക്കുന്നതെങ്കിലും പകൽക്കാലം നീ ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ, ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഇന്ന് പകൽക്കാലം ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, അവന്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെയും പേര് അത് മണ്ണിൽ എഴുതി വെക്കരുത്, മണ്ണിൽ എഴുതി വെക്കരുത്. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ കാണുവാൻ തക്കവണ്ണം ഹൃദയം കൊണ്ട് ദൈവത്തോട് പറ്റിയിരുന്നാട്ടെ. ഹല്ലേലൂയ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, ഞാൻ അവനെ വിടുവിക്കും. നീ പറ്റിയിരിക്കുകയാണെങ്കിൽ നിന്റെ കട്ടതയിൽ നിന്നും, ഭാരത്തിൽ നിന്നും, പ്രതികൂലത്തിൽ നിന്നും, എല്ലാവരിൽ നിന്നും വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ശകമന വര 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 ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൈവത്തെ ആരാധിപ്പാൻ, ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്ന സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ ഹല്ലേലൂയ ആക്കി വെച്ച വലിയ ഭാഗ്യ പദവിക്കായി സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. അനേകം പേർ ഹല്ലേലൂയ അവയെ നഷ്ടപ്പെട്ടവരായി, ഹല്ലേലൂയ എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒന്നുമില്ലാത്തവരെ പോലെ ഹല്ലേലൂയ ഈ ഭൂമിയുടെ മണ്ണിലേക്ക് മാറ്റപ്പെട്ടു പോയപ്പോൾ എല്ലാം തന്നെ നിലനിർത്തിയ സ്വർഗ്ഗമേ, ഹല്ലേലൂയ പിതാവേ, എല്ലാം ഉള്ളവരായവരെ നിർത്തുന്ന സ്വർഗ്ഗമേ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ പിതാവേ, നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. കേൾപ്പിക്കപ്പെടാൻ പോകുന്ന ദൈവിക വചനധ്യാനത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. അതിന്റെ സ്വയത്തിൽ നിന്നൊന്നും സംസാരിക്കുവാൻ അനുവദിക്കുന്നപ്പാ. ഹല്ലേലൂയ. ദൈവം അതിന്റെ നാവിലൂടെ എന്താണോ തന്റെ ജനത്തോട് പറയേണ്ടത്, ദൈവമേ കേൾക്കുന്ന ജനത്തോട് പറയേണ്ടത്, സഭയോട് പറയേണ്ടത്, എന്റെ ദൈവം ഈ അന്ത്യകാലത്ത് അതിലൂടെ സംസാരിക്കുവാൻ ദൈവം കൃപ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ബുദ്ധി സംസാരിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച് ഹല്ലേലൂയ ഞങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ പിതാവേ. ആരാധനയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ ശേഷിച്ച ഭാഗങ്ങളിലും കർത്താവേ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കും സഹായിക്കും. ഞങ്ങളോടൊപ്പം ഭാര്യ കൊച്ചു മക്കള് പ്രിയദാനങ്ങളുടെ ഹല്ലേലൂയ സഹോദരിമാര് ജന്മത്തിലെയും ദൈവം ഹല്ലേലൂയ ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ ഈ ശുശ്രൂഷയ്ക്ക് കൈത്താക്കുന്ന ഓരോ മക്കളെയും എന്റെ ദൈവം ഹല്ലേലൂയ സഹായിക്കും, ദൈവം ശക്തീകരിക്കും, ഹല്ലേലൂയ കൃപയുടെ വഹിക്കും. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രീകവരവര പൗരവരവര ശാന്തരേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ ഒരു പകൽക്കാലം കൊണ്ട് ദൈവം തന്നു. ഹല്ലേലൂയ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മളെ സ്വർഗ്ഗം വിടുവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം ഹല്ലേലൂയ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കുനിഞ്ഞു ഭൂമിയിൽ നോക്കുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം ഹല്ലേലൂയ കുനിഞ്ഞ് ഭൂമിയിൽ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ഹല്ലേലൂയ ശബ്ദ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വചനവുമായി ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന പ്രിയ സഭയെ ഹല്ലേലൂയ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യവും ദൈവകൃപയാൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ചു. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ ഹല്ലേലൂയ അടിയെ തിരഞ്ഞെടുത്ത ഹല്ലേലൂയ ആ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാറ്റിനും ഉപരി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ പാസ്റ്റർ ഹല്ലേലൂയ രാജേഷ് അവരുടെ ദൈവനാമത്തിന് നന്ദി ഏറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവശബ്ദം ഹല്ലേലൂയ പലരും പല യൂട്യൂബിലൂടെയും ഹല്ലേലൂയ ഫേസ്ബുക്ക് ലൈവിലൂടെയൊക്കെ ഈ നാളുകൾ കേൾക്കുന്നു. ഹല്ലേലൂയ അവർക്ക് കിട്ടുന്ന അവസരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഉള്ള ചുരുങ്ങിയ ആളുകൾ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകം പേർ തണുത്തു പോയിരിക്കുമ്പോൾ അനേകം പേർക്ക് തന്നെ ഒരു ഹല്ലേലൂയ സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജീവിതങ്ങൾ കർത്താവിൽ നടന്നുപോയി. അനേകം പേർ കർത്താവിനെ പിൻപറ്റി അനേകം പേർ ഒന്നുകൂടി പണിയപ്പെട്ട ഭവനങ്ങളിൽ ഇരിക്കുന്ന പ്രിയ ദൈവസഭയെ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ഹല്ലേലൂയ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ചില വചനങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങൾ നമ്മൾ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വലിയ വചന പാണ്ഡിത്യമോ പ്രസംഗ പാഠമോ ഒന്നും എനിക്കില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതം ഹല്ലേലൂയ പറയുവാണെങ്കിൽ ഹല്ലേലൂയ
ഹല്ലേലൂയ ബൈബിൾ ചരിത്രമോ ഒന്നും കൂടുതലായിട്ട് അറിയില്ലെങ്കിലും ദൈവം തന്ന ചില വാക്കുകൾ കർത്താവിന്റെ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി വിളിച്ചു പറയുവാൻ, ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നാവായി കണ്ണായി ഹല്ലേലൂയ ശബ്ദമായി ഇരിപ്പാൻ, ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ദൈവം തന്ന നിയോഗം അനുസരിച്ച് ചില വചനങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്തെങ്കിലും വീഴ്ചകൾ ഹല്ലേലൂയ വരുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവനാമത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്തെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ചെയ്യണം പറയണം എന്നുള്ളതല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഞാൻ യേശുവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് ഒരു ഹല്ലേലൂയ പൂർണ്ണമായിട്ട് കർത്താവിന് എന്റെ ഹല്ലേലൂയ മനസ്സ് ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് 12 വർഷം മാത്രമാകുന്നുള്ളൂ. ഹല്ലേലൂയ അനേക കാര്യങ്ങളിലെയും പഠിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിനെ കുറിച്ച് എന്റെ യേശുവിനെ കുറിച്ച് യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് എനിക്ക് ഇനിയും പഠിക്കുവാനുണ്ട്. അറിഞ്ഞ ചില പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ വചനം സംസാരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന ദൈവം ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഹല്ലേലൂയ അങ്ങനെ വളർത്തപ്പെട്ടു. ഹല്ലേലൂയ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. ഹല്ലേലൂയ ആ വിവാഹ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ചെന്ന് വീണ്ടും ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ആണ് ശരിയായിട്ട് ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങിയത്. ഹല്ലേലൂയ ചില ഹല്ലേലൂയ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് തുടങ്ങിയത്. എന്നെ ഹല്ലേലൂയ എന്നെ കൊടുക്കുവാൻ ഞാൻ വളരെ മടിയുള്ളവളായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ സാക്ഷ്യം പറയുവാൻ എനിക്ക് ഹല്ലേലൂയ സമയം ഒത്തിരി എടുക്കും. അതുകൊണ്ട് ഹല്ലേലൂയ എങ്കിലും ഒരു ചെറിയ ഔട്ട്ലൈൻ മാത്രം പറഞ്ഞിട്ട് ഞാൻ എന്റെ വചനത്തിലേക്ക് ഹല്ലേലൂയ കടക്കാം. ഞാൻ വിവാഹ സമയത്ത് എനിക്കൊരു ബൈബിള് ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ക്രിസ്തീയ സഭകളിൽ ഹല്ലേലൂയ നമുക്കൊരു ബൈബിൾ പിടിക്കും, ഹല്ലേലൂയ കൊടുക്കും, കല്യാണ സമയത്ത് കൈമാറും. പക്ഷേ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് ഈ കല്യാണത്തിന് പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ചെറിയ ആസിയം ചർച്ചകളിലൊക്കെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും വിവാഹത്തിന് വേണ്ടിയാണ് CSI ചർച്ചിലോട്ട് ഒരു ഇത് വന്നത്. പക്ഷെ അപ്പോഴും ബൈബിൾ എടുക്കുവാൻ എനിക്ക് ലജ്ജയായിരുന്നു. ഹല്ലേലൂയ ലജ്ജയായിരുന്നു. ആ സ്ഥാനത്ത് ഒരു ബൈബിള് ഹല്ലേലൂയ കയ്യിൽ പിടിക്കുവാൻ എന്നോട് ഒരു സഹോദരി പറഞ്ഞു, കല്യാണത്തിന് ഒരു ഹല്ലേലൂയ ബൈബിൾ ഹാൻഡ് ഓവർ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഈ ബൈബിൾ എടുക്കുവാൻ ലജ്ജ കാരണം ഹല്ലേലൂയ അതൊരു ലജ്ജയുള്ള കാര്യമായി എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ഹല്ലേലൂയ എൻ്റെ മമ്മിയോട് ഞാൻ ബൈബിൾ വാങ്ങണമെന്ന് പറഞ്ഞില്ല. പക്ഷെ വെറും കൈ എൻ്റെ വീട്ടുകാരെ പിടിച്ച് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ആ കയ്യിൽ ഹല്ലേലൂയ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ആ ബൈബിളാണ് ഞാൻ ആദ്യമായിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. ആദ്യമൊന്നും അത് വായിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. വെറും സങ്കീർത്തന ഭാഗങ്ങൾ വിഷമം വരുമ്പോൾ സങ്കീർത്തനങ്ങൾ മാത്രം വായിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതിൽ നിന്ന് ഹല്ലേലൂയ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പലരിൽ നിന്നും എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും മാറി കടന്നു പോയിരുന്നു. കാരണം എനിക്ക് ഹല്ലേലൂയ ദൈവവേല ചെയ്യുവാൻ ഒരിക്കലും ഇഷ്ടമുള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹല്ലേലൂയ ഞാൻ അതിൽ നിന്ന് മാറി ഒഴിഞ്ഞു നിന്നു. ഹല്ലേലൂയ അത് കഴിഞ്ഞ് ഹല്ലേലൂയ എൻ്റെ ഭർത്താവിന് മാരകമായ ഒരു രോഗം കിഡ്നി ഹല്ലേലൂയ ഫെയിലിയറായ ഒരവസ്ഥയിലേക്ക് കടന്നുപോയി. എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഭർത്താവിന് ഇത്രയും മാരകമായ രോഗമാണെന്ന്. പക്ഷേ ആ സമയത്ത് അനേകം പേരുടെ ദൈവദാസന്മാരുടെ ദൈവ വേലയ്ക്ക് വേണ്ടി ഞാൻ സീതയിലാണെങ്കിലും അനേക ഇൻഡിപെൻഡന്റ് കൂട്ടായ്മകൾ ഓടിപ്പോകുമായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. പക്ഷെ എനിക്ക് സബ്മിറ്റ് ചെയ്യുവാൻ എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്കത് ഇഷ്ടമില്ലായിരുന്നത് കാരണം ഞാൻ മാറി നിന്നിരുന്നു. പക്ഷേ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവിനെ ഹല്ലേലൂയ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സമർപ്പിക്കാമെന്ന് ഒരു തീരുമാനമെടുത്തുകൊണ്ട് മറ്റാരുടെയും കൈവയ്പുകളില്ലാതെ ഹല്ലേലൂയ സ്വന്തമായ ഒരു തീരുമാനത്തിൽ ഞാൻ ഹല്ലേലൂയ ഈ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. ഹല്ലേലൂയ എനിക്ക് 12 വർഷം ആവുന്നു ഞാൻ ദൈവവേലയിലേക്ക് ഹല്ലേലൂയ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് ഹല്ലേലൂയ. പക്ഷേ അനേക കാര്യങ്ങളും ഇതുവരെയും പഠിച്ചു തീർന്നിട്ടില്ല. പക്ഷേ ചുരുക്കമായ ചില അറിവുകളിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് വചനം പറയുന്നത്. അതുകൊണ്ട് വരുന്ന ഭാഗപ്പിഴകളെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. ഹല്ലേലൂയ തിരുത്തുവാൻ എന്നെ ഹല്ലേലൂയ ചില ആളുകളൊക്കെ എന്നെ നല്ല ഗുരുക്കന്മാർ എനിക്കുണ്ട്. ഹല്ലേലൂയ ചിലരൊക്കെ കേട്ടിട്ട് എൻ്റെ നല്ല അഭിപ്രായം എൻ്റെ ഫോട്ടോയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യും. ഇന്ന് പകൽക്കാലം നമുക്കധികം സമയമില്ല. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം
3:8 ഹല്ലേലൂയ. നമുക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ദൈവവചനം ദൈവം തന്നിരിക്കുന്നു. ആ വചനത്തെ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രിയ സഹോദരി, വെളിപ്പാട് പുസ്തകം 3:8 ഒന്ന് ഉറക്കെ വായിക്കും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആമേൻ. മതി. ഞാൻ നിന്റെ വെളിപ്പാട് പുസ്തകം 3:8 പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. അത് ആരാ പറഞ്ഞത്? അതിന്റെ മുകളിലുണ്ട് ഒന്നാമത്തെ വാക്യം, അല്ല അതിന്റെ തൊട്ട് മുകളിൽ 7 വാക്യം. ഫിലാദൽഫിയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും കഴിവുള്ളവൻ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്ന പിതാവേ, കേൾപ്പിക്കപ്പെട്ട വചനം കർത്താവേ തിരുവചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ആത്മാവിൽ വിവേചിച്ച് പറയുവാണ് ദൈവിക ജ്ഞാനം അടിയന്തരം സഹായിക്കണമേ, പരിപാലിക്കണമേ. ഹല്ലേലൂയ. അന്തിമ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കാം. എന്റെ സ്വയത്തിൽ നിന്ന് യാതൊന്നും സംസാരിക്കാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം യേശുവിനെ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, യോഹന്നാൻ ഹല്ലേലൂയ അപ്പോസ്തലൻ ഹല്ലേലൂയ പത്മോസിന്റെ ദ്വീപിനകത്ത് ഹല്ലേലൂയ വളരെ കഷ്ടപ്പെട്ടവനായി, നാട് കടത്തപ്പെട്ടവനായി ഹല്ലേലൂയ പത്മോസ് ദ്വീപിനകത്ത് കടന്നുപോയി. നമുക്കും ചില കഷ്ടതകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ചില പ്രതികൂലങ്ങൾ ദ്വീപിനകത്ത് അകപ്പെട്ടതുപോലെ ഭാര്യയില്ലാതെ, മക്കളില്ലാതെ, ഭർത്താവില്ലാതെ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ ആരുമില്ലാതെ ചില സന്ദർഭങ്ങൾ നമ്മൾ കടന്നു പോകും. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ആത്മവിശ്വാസത്തിലാകാറില്ല. നമ്മൾ പക്ഷേ പലപ്പോഴും നമ്മൾ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകുന്നവരാ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ട് കർത്താവേ ഈ കഷ്ടത, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണല്ലോ, ഞാൻ പാടുന്നവനാണല്ലോ, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവനാണല്ലോ, ഞാൻ വിശുദ്ധ ജീവിതത്തിൽ നടക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ മാറി കടന്നു പോകും. അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റുള്ളവരോട് പെരുവിരകം, അല്ലെങ്കിൽ സഭ വിട്ടു പോകും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ഇനി ഈ ദൈവത്തെ എനിക്ക് സേവിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകും. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യോഹന്നാൻ അത് ചെയ്തില്ല. അവൻ കഷ്ടതകൾ ഉണ്ടായിരുന്നു, ഭാരങ്ങൾ ഉണ്ടായിരുന്നു, പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്നത് കൊണ്ട് അവന് ഹല്ലേലൂയ പ്രതിസന്ധികളെ ജയിക്കുവാനുള്ള ആത്മബലം ഹല്ലേലൂയ യോഹന്നാൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ യോഹന്നാൻ ഹല്ലേലൂയ ദ്വീപിനകത്താകുമ്പോൾ നമുക്ക് ചില കഷ്ടതകൾ വരുമ്പോഴും, നമ്മൾ ചില കോട്ടയ്ക്കകത്താകി തീരുമ്പോഴും മാത്രമാണ് നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും ഹല്ലേലൂയ ദൈവത്തിന്റെ മാറോട് ചേരുവാൻ. അത് നമുക്ക് ഈ നാളുകളിൽ കൊറോണ വൈറസ് നമുക്ക് പലയിടങ്ങളിലും കയറി ഇറങ്ങി. ഹല്ലേലൂയ. ആ സമയത്ത് അനേക ഭർത്താക്കന്മാർ കഴിഞ്ഞു. ഹല്ലേലൂയ. തിരിച്ചു വന്നപ്പോൾ ഭാര്യമാർ സ്നേഹിക്കുന്നില്ല, അനേക ഭാര്യമാരോട് സ്നേഹിക്കുന്നില്ല, അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല, അതിനെ കഴുതുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. കാരണം എന്റെ ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴാണ് ദൈവം പറയുന്നു ഹല്ലേലൂയ നിനക്ക് പത്മോസ് ദ്വീപിനകത്താണോ, നീ കാരാഗൃഹത്തിനകത്താണോ, ചില പ്രതിസന്ധികളുടെ അടുത്താണോ, ആ സമയത്താണ് എന്റെ കർത്താവിന്റെ കരുതൽ. എന്റെ കർത്താവ് ആരൊക്കെ നമുക്ക് നല്ല സഖിയായി, നല്ല സ്നേഹിതനായി ആരൊക്കെ ഉണ്ടാവുന്ന ദൈവം പഠിപ്പിക്കും. ഹല്ലേലൂയ. ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ മാറി കടന്നുപോകും, ചില വ്യക്തികൾ മാറി കടന്നുപോകും, ചില വ്യക്തികൾ പോലും നമ്മളെ ഏറ്റവും കരുതുമെന്ന് വിചാരിച്ചവർ, നമ്മളെ ഏറ്റവും ചേർത്ത് പിടിക്കുമെന്ന് വിചാരിച്ചവർ പോലും മാറി കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ചില ഹല്ലേലൂയ ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. മറ്റൊരു സ്ഥലത്ത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിനക്കൊരു കഷ്ടത വരുമ്പോൾ നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കും. നമ്മൾ കൂട്ടത്തിൽ പാടാനും കൂട്ടത്തിൽ തുള്ളാനും ഒക്കെ നമ്മൾ വെളുക്കന്മാരായിരിക്കും. പക്ഷെ അതല്ല, നിനക്ക് വ്യക്തിപരമായ ഒരു കഷ്ടത വരുമ്പോൾ നീ വാസ്തവമായി ദൈവത്തെ വിളിക്കും. പ്രിയ ദൈവ വൈദ്യരെ ഹല്ലേലൂയ ഞാൻ ജാഗ്രതയോടെ അന്വേഷിച്ച് അവൻ എന്നെ കണ്ടെത്തും. എപ്പോഴാണോ ഞാനും നിങ്ങളും ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുന്നു, ആ സമയത്ത് ദൈവത്തെ കണ്ടെത്തും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ദൈവജനമായി പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട്, വീട്ടിലും ഹല്ലേലൂയ ഫോണിന്റെ മുന്നിൽ, ടിവിയുടെ മുന്നിലും ഒക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ പലതരം ശബ്ദം ശ്രദ്ധിക്കാറുണ്ട്. മാറി ചാനലുകൾ ഹല്ലേലൂയ മാറ്റിവെച്ച് പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഹല്ലേലൂയ വ്യക്തിപരമായി എത്ര പേർക്ക് യേശുവിനെ രുചിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. എന്റെ അമ്മ ക്രിസ്ത്യാനിയായിരുന്നു, എന്റെ അപ്പ ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയായി. ഇതല്ല ഹല്ലേലൂയ ക്രിസ്ത്യാനിത്വം. ഹല്ലേലൂയ എന്റെ കർത്താവെ
കുരിശുമെടുത്ത് കർത്താവിനെ പിൻപറ്റുന്നവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തിന്റെ ഒരു ഭൂമത്തെ അല്ല ക്രിസ്ത്യാനിത്വം. കട്ടതയും ഭാരങ്ങളും പ്രയാസങ്ങളും. അപ്പോസ്തലന്മാരെ നോക്കുമ്പോൾ അവർ നാടുകടത്തപ്പെട്ടവരായിരുന്നു. അപ്പോസ്തലന്മാരെ നോക്കുമ്പോൾ ഹല്ലേലൂയ അവർ എണ്ണയ്ക്കകത്ത് അകപ്പെട്ടവരായിരുന്നു. അപ്പോസ്തലന്മാരെ നോക്കുമ്പോൾ അവർ കാരാഗ്രഹത്തിന് അകപ്പെട്ടു പോയിരുന്നു. ചന്തസ്ഥലത്ത് വെച്ചുകൊണ്ട് അടികൊണ്ട് ഉരുണ്ടു. ഹല്ലേലൂയ. ഇന്ന് പ്രിയ ദൈവമൈതലേ ഹല്ലേലൂയ അടിക്ക് പറ്റാതെ വേണം ഹല്ലേലൂയ മാറി 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 ഹല്ലേലൂയ ഷോ കാണിക്കുവാൻ എന്നതുപോലെ പലപ്പോഴും മാറി കടന്നു പോകുമ്പോൾ ഈ അപ്പോസ്തലന്മാരെ പിൻപറ്റുന്നവര് അനേകം വരുന്ന എവിടെ? ഹല്ലേലൂയ അനേകം ഹല്ലേലൂയ സ്ത്രീ ശബ്ദങ്ങളില്ല. അനേകം കഴിവുള്ള സ്ത്രീകൾ ഒതുക്കപ്പെടുന്നു. ഹല്ലേലൂയ. കാരണം എന്ത്? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും അവർക്ക് ഒരു സാക്ഷ്യത്തിന് പോലും അവസരമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ ഇവിടെ നിർത്തിയ സ്വർഗം അതൻ ഹല്ലേലൂയ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പത്മോസിന്റെ അകത്ത് കിടന്ന ആ യോഹന്നാൻ ഹല്ലേലൂയ എന്താ ചെയ്തത്? ഹല്ലേലൂയ അവൻ മിണ്ടാതിരുന്നില്ല. ആ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ ഹല്ലേലൂയ ദൈവത്തോട് പറ്റിയിരുന്നു. ആത്മവിവശതയിലായി കർത്തൃ ദിവസത്തിൽ ഇന്ന് എത്ര പേര് ആത്മവിവശതയിലായി. നമുക്ക് ഈ ദിവസങ്ങൾ സ്വതന്ത്രമായി ആരാധിക്കുവാൻ കഴിയുന്നില്ല. മാസ്ക് വെച്ച് റെസ്ട്രിക്ഷൻസ് അനുവദിച്ചുകൊണ്ട് പലരും ഹല്ലേലൂയ നമ്മൾ ചെന്ന് തൊഴുന്നു. ഇതല്ല ദൈവമൈതലേ. നാം വ്യക്തിപരമായി സ്വയം പര്യാപ്തത ക്രിസ്ത്യാനികൾ നേടിയില്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ പാസ്റ്ററെ പാസ്റ്ററെ എന്ന് വിളിച്ചുകൊണ്ട് ഓടുവാൻ നമുക്ക് കഴിയില്ല. പാസ്റ്റർമാർ കൈമലർത്തും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ല എനിക്കൊന്നും തൊടുവാൻ കഴിയില്ല. നിന്റെ തലയിൽ തൊടുവാൻ കഴിയില്ല, നിന്റെ ശരീരത്തെ തൊടുവാൻ കഴിയില്ല, നിന്റെ വീട്ടിലൊന്നും കടന്നു വരുവാൻ എനിക്ക് കഴിയില്ല. കാരണം എന്തേ? കൊറോണ വൈറസ്. ഹല്ലേലൂയ. അപ്രകാരമെങ്കിൽ പലരും മാറിക്കിടന്ന് നമുക്ക് പോരാന്ന് വിചാരിച്ചാൽ പോലും അത് ഗവൺമെന്റ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നാട്ടുകാർ അനുവദിക്കത്തില്ല. അങ്ങനെ വരുമ്പോ ഒരു വെള്ളത്തിനകത്ത് ഒരു വ്യക്തി ചെന്ന് ചാടിയാൽ അവൻ എന്ത് ചെയ്യും? ആരുമില്ലാതെ വരുമ്പോ ഹല്ലേലൂയ അല്ലെങ്കിൽ അവരെന്നെ പിടിച്ചുയർത്തും ഇവരെന്നെ പിടിച്ചുയർത്തും എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ സ്വയമായി കൈയടിക്കുവാൻ തുടങ്ങും. അവൻ കൈവാലിട്ടടിക്കുവാനും നീന്തൽ പഠിക്കുവാനും തുടങ്ങും. ചിലത് നമ്മളെ പഠിപ്പിക്കുവാനത്രേ ഈ ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടം. അതുകൊണ്ട് പ്രിയ സഭയെ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെയും നിങ്ങളെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ പത്മോസ് ദ്വീപിനകത്ത് കിടന്ന ഹല്ലേലൂയ യോഹന്നാൻ ഹല്ലേലൂയ കണ്ട കാഴ്ചയാണ് ഹല്ലേലൂയ ആ സഭകളെ കുറിച്ച് ചില വെളിപ്പാടുകൾ കിട്ടി. ഓരോ സഭയെ കുറിച്ചും ഇപ്പോൾ നമ്മൾ ആദിമ സഭയെ കുറിച്ചാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഉടനെ ഈ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പുതിയ നിയമ സഭയ്ക്കകത്തേക്ക് നമ്മളെ ഓരോ വ്യക്തികളെയും ഓരോ സഭയ്ക്കകത്തെയും അവിടെ ആയിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് വ്യക്തമായി വ്യക്തമായി അറിഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ചില രേഖകൾ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ ആമേൻ. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. നമുക്ക് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 5:21 വായിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ കർത്താവ് നമ്മുടെ നടപ്പൊക്കെയും നോക്കുന്നു. ഹല്ലേലൂയ നടപ്പൊക്കെയും നോക്കുന്നു. സദൃശ്യവാക്യം 5:21. ഹല്ലേലൂയ. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. അവന്റെ നടപ്പ് ഒക്കെയും അവൻ തൂക്കി നോക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ വഴികൾ ആരുടെ മുന്നിൽ ഇരിക്കുന്നു? ദൈവത്തിന്റെ മുന്നിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളുടെ നടപ്പൊക്കെയും ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ എന്തോ ചെയ്യുന്നു? തൂക്കി നോക്കുന്നു. തൂക്കി നോക്കുന്നു. തൂക്കി നോക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ നടപ്പൊക്കെയും ദൈവം തൂക്കി നോക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു വാചനം ഹല്ലേലൂയ തൂക്കി നോക്കുന്ന ഒരു ദൈവത്തെ തൂക്കി നോക്കിയിട്ട് പലം കാണും. ദാനിയേൽ പ്രവചനം ഹല്ലേലൂയ 19:28 ഒന്ന് വായിക്കാവോ? ദാനിയേൽ പ്രവചന പുസ്തകം 19:28. ദാനിയേൽ പ്രവചന പുസ്തകം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദനാലകൾ കവടകരകര സന്ദർഭം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അത് ദാനിയേൽ പ്രവചന പുസ്തകം 19:28 പറയുന്നു. ഹല്ലേലൂയ. അവിടെ നെബൂഖദ്നേസർ രാജാവ് ഹല്ലേലൂയ സ്തോത്രം. ആ നെബൂഖദ്നേസർ രാജാവ് എന്താ കാണിച്ചത്? ഹല്ലേലൂയ. ഞാൻ ധനവാൻ, എന്റെ ധനമഹാത്മ്യം കൊണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി, എന്റെ ഹല്ലേലൂയ എന്റെ കൈ കൊണ്ട് ഞാൻ ഇതെല്ലാം ഹല്ലേലൂയ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ
ഹല്ലേലൂയ ആ ഹല്ലേലൂയ ധനമഹാത്മ്യം കൊണ്ട് ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അവൻ ഹല്ലേലൂയ അവനെ നിഗളിച്ചു. അവൻ നിഗളഭാവം വന്നു. ഹല്ലേലൂയ അവിടെ ഒരു ചെറിയ നിഗളഭാവേ വന്നുള്ളൂ. അവന്റെ വായിൽ ആ ചിന്ത പറഞ്ഞ് പുറത്തോട്ട് വരുവാൻ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് എന്ത് പറഞ്ഞു? ഹല്ലേലൂയ അവരെ ഇറങ്ങി പുല്ല് തിന്നുന്ന കാളയോട് സദൃശ്യനാക്കി. ആ വചനം എങ്ങനെ കിടക്കുന്നത്? ഏത് അധ്യായത്തിലാണെന്നൊന്ന് നോക്കിയാൽ അറിയാം. ഹല്ലേലൂയ 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 അത് ആ ഭാഗങ്ങളിൽ പറയുന്നത് നമ്മുടെ ഹല്ലേലൂയ നിഗള ഹൃദയം വന്നപ്പോൾ നെബൂഖദ്നേസർ രാജാവിനെ തിരുവേനിയെ മനുഷ്യരിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും. തിരുമേനിയെ കാളയെ പോലെ പുല്ലുതീറ്റും. തിരുമേനി ആകാശത്തിന് മഞ്ഞുകൊണ്ട് നനയും. ഇത് മുന്നമേ ആരാ ഹല്ലേലൂയ ദാനിയേൽ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവന്റെ ഹൃദയത്തിൽ നമുക്കും ചിലപ്പോൾ പറ്റുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു പച്ചയും കുട്ടിയും അല്ലെങ്കിൽ ഒരു നന്മയും അത്യാവശ്യ ജീവിത സാഹചര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് കയറി പറ്റുന്ന ഒരു ഇത്തിരാണ് അഹങ്കാരവും നിങ്ങളവും. ആമേൻ ഹല്ലേലൂയ ആ അഹങ്കാരത്തോടെ മനസ്സിലൊന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഹല്ലേലൂയ അത് വായിൽ നിന്ന്, ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ വായിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്റെ സ്വർഗത്തിലെ ദൈവം എന്താ ചെയ്തത്? അവനെ ഹല്ലേലൂയ മാഞ്ഞ് അതിന് മഴയും കൊണ്ട് ഹല്ലേലൂയ ഈ രാജാവായ ദൈവത്തെ ഇപ്രകാരം ചെയ്തുവെങ്കിൽ എളിയവരായ നമ്മെ പറ്റി ദൈവം എത്രമാത്രം ശോധന ചെയ്യും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇത് കണ്ട മോനെങ്കിലും എന്തെങ്കിലും മാറ്റം വരണ്ടേ? ഹല്ലേലൂയ ഒരു മാറ്റവും വന്നില്ല. അവനും അതേ കാലം പിന്തുടർന്നു. അപ്പോൾ ഓർക്കണമേ, നമ്മുടെ അപ്പൻ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ അമ്മ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ ആ തന്നെ നമ്മുടെ തലമുറകളും നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ചില കാര്യങ്ങളിൽ. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ അനുകരിക്കുമ്പോൾ അവർക്ക് നല്ലത് മാത്രം ലഭിക്കാൻ നമ്മൾ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ മുന്നിൽ അതിൽ ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അവരത് പിൻപറ്റുക തന്നെ ചെയ്യും. അടുത്ത ഹല്ലേലൂയ നെബൂഖദ്നേസർ രാജാവ് കഴിഞ്ഞപ്പോ അവരുടെ മകൻ ഹല്ലേലൂയ വന്നു. മകൻ 19 നോക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ അധ്യായം തന്നെ 19 മുതൽ 28 വരെ ഒന്ന് വായിക്കും. ഈ ഭാഗം തന്നെ അപ്പം മോൻ എന്താ ചെയ്തത്? വെപ്പാട്ടികളെയും ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ ആളുകളെയും എല്ലാം വെച്ച് വളരെ നിർത്താനമായി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്ത് ചെയ്തു? ഹല്ലേലൂയ എന്ത് ചെയ്ത? ഹല്ലേലൂയ ബേൽശസ്സർ രാജാവ് ബേൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. അവർ കാണ്ടെ വീഞ്ഞു കുടിച്ചു. 1000 പേർക്ക് ഹല്ലേലൂയ ഒക്കെയും ലഹരി പിടിപ്പിച്ച് വെപ്പാട്ടികളുമെല്ലാം. പക്ഷെ എന്താ എടുത്തത്? എന്തിനാ കൊടുത്തത്? തന്റെ പിതാവ് ആലയത്തിലെ പാത്രങ്ങൾ മുഴുവനും ഹല്ലേലൂയ സ്വന്തം കൊട്ടാരത്തിനകത്ത് കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നു. ആ ആലയത്തിലെ പാത്രങ്ങൾ എടുത്ത് തന്റെ വെപ്പാട്ടികൾ താനും അത് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ എന്റെ കർത്താവിന് സഹിച്ചില്ല. ഹല്ലേലൂയ പ്രിയ ദൈവസഭയെ ഹല്ലേലൂയ നമ്മൾ ഈ ദിവസങ്ങളിൽ അവരെന്താ സംഭവിച്ചത്? ഹല്ലേലൂയ ബേൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻ വെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവയിൽ കുടിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്നും കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. എന്ത് സംഭവിച്ചു? കുടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. അവർ കുടിച്ച് മദ്യപിച്ചപ്പോ തന്നെ ദൈവം ഏറ്റവും കൂടുതൽ വെലുക്കുന്നതാണ് വിഗ്രഹാരാധന. അവർ പൊന്നും കല്ലും കൊണ്ടുള്ള രൂപങ്ങളെ നമസ്കരിക്കുവാനായിട്ട് തുടങ്ങി. എപ്പോഴാണോ നമ്മൾ ഇമ്മോറൽ ആയിട്ട് അല്ലെങ്കിൽ മദ്യപിക്കരുതെന്ന് പറയുമ്പോൾ ആ കൽപ്പന തെറ്റിക്കുമ്പോൾ പല അനീതികളും അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകും. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി
നോക്കിയപ്പോ കുറവെന്ന് കണ്ടു. തൂക്കി നോക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കുറവുള്ളവനായി കണ്ടു എന്നൊരു വചനമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിന് താഴോട്ടാണ്. നമ്മൾ ഓരോ പ്രവൃത്തികളും കർത്താവ് പറയുന്നു നമ്മുടെ നടപ്പൊക്കെയും ആര് തൂക്കി നോക്കുന്നു? യഹോവയായ ദൈവം തൂക്കി നോക്കുന്നു. എന്ന് പകൽക്കാലം പ്രിയ ദൈവസഭയെ നമ്മളെ ഓരോരുത്തരും എന്നെയും നിങ്ങളെയും ഒരുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളും നമ്മുടെ ചിന്താകുലങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ഹല്ലേലൂയ നമ്മൾ ചിലപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെയധികം ഹല്ലേലൂയ ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും വളരെയധികം സന്തോഷത്തോടെ ഇരുന്നിരുന്നാലും നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്നവൻ അവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് അമ്മയ്ക്ക് മനസ്സിലാവില്ല, അപ്പന് മനസ്സിലാവില്ല. അവൻ സർവശക്തനായ എന്റെ ദൈവമത്രേ. ഹല്ലേലൂയ. നമ്മുടെ ഉൾപൂവുകളെ ആരാഞ്ഞ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ. അവൻ രാജാവ് തന്നെ. അവൻ കർത്താവ് തന്നെ. അവനെ പോലെ എന്റെ ദൈവത്തെ പോലെ ഈ ഭൂമിയിൽ ആരുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവരായി കണ്ടു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി ഉറവുള്ളവരായി കണ്ടു. അപ്പൊ ഇവിടെ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? മനുഷ്യന്മാരുടെ നടപ്പൊക്കെ അവൻ തൂക്കി നോക്കുന്നു. അപ്പൊ ഇവിടെ തൂക്കി കർത്താവിടെ വചനം പറയുന്നു, തൂക്കി നോക്കി ഞാൻ കുറവുള്ളവനായി കണ്ടു. വായിച്ചോ. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. നിന്റെ രാജ്യം വിഭജിച്ച് ഹല്ലേലൂയ പാർസികൾക്കും ഹല്ലേലൂയ പേർഷ്യക്കാർക്കും മേദ്യർക്കും ഹല്ലേലൂയ സ്പ്ലിറ്റായി നിന്റെ രാജ്യം രണ്ടായി വിഭജിച്ചു പോകും എന്ന് പറഞ്ഞു. അടുത്ത അപ്പോൾ ബേൽശസ്സരിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. ഹല്ലേലൂയ. അത് പണ്ടത്തെ കാലം. ഇന്നാണെങ്കിലും നമ്മളെ ചലക്കുമായിരുന്നു. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് 4 അടിയടിച്ച് എവിടെയെങ്കിലും ഈ പ്രവചനം പറഞ്ഞ ദൈവദാസനെ ഒതുക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ രാജാവ് ഹല്ലേലൂയ ചെയ്തത് ഹല്ലേലൂയ ഇത് വെളിപ്പെടുത്തിയ ഹല്ലേലൂയ ദൈവദാസനെ മാനിച്ചയച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ നമുക്ക് വെളിപ്പാട് പുസ്തകം 2:12 മുതൽ 17 വരെ ഒന്ന് വായിക്കാം. സ്തോത്രം. പെർഗമസിലെ സഭയിലെ ദൂതന് എന്റെ കർത്താവ് ഹല്ലേലൂയ എഴുതുന്നത് ഹല്ലേലൂയ ആര് മുഖാന്തരം? യോഹന്നാൻ മുഖാന്തരം എഴുതിയതാണ്. ഞാൻ നിന്നെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടം എന്നും ഞാൻ അറിയുന്നു. നീ എവിടെ പാർക്കുന്നു? ഞാൻ നിങ്ങൾ എവിടെ പാർക്കുന്നു എന്ന് എന്റെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. യോന ഹല്ലേലൂയ എന്താ ചെയ്തേ? ദൈവം പറയുന്നതിന് വിരോധമായി ദൈവം ഹല്ലേലൂയ പറയുന്ന സ്ഥലത്തല്ല യോന പോയത്. ഹല്ലേലൂയ. അവനോട് പറയുന്നത് നിനവേൽ പോ. ഹല്ലേലൂയ. അവൻ തർശീസിലേക്ക് കടന്നുപോയി. പക്ഷേ അവൻ സുഖം പറ്റി ഉറങ്ങി. ഹല്ലേലൂയ. പക്ഷേ അവൻ മുഖാന്തരം ആ കടലിനകത്ത് അല്ല കപ്പലിനകത്ത് ഒത്തിരി പേര് ചിലർ സഫർ ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അപ്രകാരം നമ്മുടെ റൂട്ട് മാറുമ്പോൾ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി ഹല്ലേലൂയ പോകാതിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ റൂട്ടുകളെ സൂക്ഷിച്ചു നോക്കി എന്റെ ദൈവം കുനിഞ്ഞു ഭൂമിയിലേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ നടപ്പൊക്കെ ചോദന ചെയ്യുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അറിയാം നീ സാത്താന്റെ കോട്ടയ്ക്കകത്താണ് വാസമെന്ന്. ഹല്ലേലൂയ. നീ പറയോ അല്ലോ ഇവിടെ പോരാട്ടം അവിടെ പോരാട്ടം, ഞാൻ നിങ്ങളിൽ കരയും. അയ്യോ ഇതിനൊരു ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുള്ളതാ. ഹല്ലേലൂയ. 10-12 വർഷമായി ഞാൻ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എന്റെ യെരൂശലേമാവുന്ന എന്റെ ഭവനത്തിൽ സുവിശേഷ വേല ചെയ്തിട്ട് ഒന്നും ഇതുവരെ രക്ഷയിലേക്ക് വരാതിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചു കർത്താവേ ഹല്ലേലൂയ എന്തുകൊണ്ട് ഇവിടെ ഒരു ഉണർവുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭാരപ്പെടാറുണ്ട്. പക്ഷെ എന്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ എന്റെ സ്വർഗത്തിലെ ദൈവം അവിടെ ഒന്നും എനിക്ക് ആൻസർ ഇതുവരെ തന്നിട്ടില്ല. പക്ഷേ ഹല്ലേലൂയ നമ്മൾ വിത്തിടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് പകൽക്കാലം വിത്തിനെ മുളപ്പിക്കുമാറാക്കുന്നത് വളരുമാറാക്കുന്ന എന്റെ സ്വർഗത്തിലെ ദൈവം അതിനൊരു പീരീഡ് ഓഫ് ടൈം വെച്ചിട്ടുണ്ടെന്ന് ഹല്ലേലൂയ ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ. സ്തോത്രം. പെർഗമോസിലെ സഭയിലെ ദൂതന് ഹല്ലേലൂയ നീ എവിടെ പാർക്കുന്നുവെന്ന് ഹല്ലേലൂയ സാത്താന്റെ സിംഹാസനം നമ്മൾ പാർക്കുന്നത് സാത്താന്റെ സിംഹാസനമാണ്.
ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ആവശ്യം എന്താണ്? നമ്മളെ പാർക്കുന്നിടം അപ്പോസ്തലനായ പൗലോസിനെ എവിടെ കൊണ്ടുപോയാലും അവിടെ ഇളക്കം ഉണ്ടാവും. അപ്പോസ്തലനായ പൗലോസിനെ എവിടെ കൊണ്ടുപോയാലും അവിടെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ മറ്റുള്ളവരെ കൊണ്ടുപോകാൻ മാത്രം പ്രശ്നമൊന്നും വരാറില്ല. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. ആ അഭിഷേകം അപ്പോസ്തലനായ പൗലോസിന്റെ പേര് അതേ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. അവിടെ ഇളക്കമുണ്ടാവും, അവിടെ പ്രതികൂലമുണ്ടാവും, അവിടെ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ നമ്മൾ തകർന്നു പോകുവാനല്ല. ഹല്ലേലൂയ. ചിലത് നമ്മളെ കുറിച്ച് നമ്മൾ വിചാരിക്കും ആ ദൈവദാസന്റെ സഭയിൽ ഒത്തിരി പേരുണ്ട്, ഈ ദൈവദാസന്റെ സഭയിൽ ഒത്തിരി പേരുണ്ട്, ഞാൻ ഇത്തിരി എത്തുവാൻ ചെണ്ടുകൊണ്ട് എനിക്ക് ഇതുവരെയും ഒരു ആത്മാവിനെ പോലും ചെറുമീനിനെ പോലെ കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മളെ വ്യാപരിക്കുന്ന അഭിഷേകം മറ്റൊന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം തരിശു നിലം ഒഴുകുവാൻ, ഹല്ലേലൂയ, ഒരുവൻ പണിതതിന്റെ മുകളിൽ കയറി പണിയുവാനല്ല, ഹല്ലേലൂയ, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പലയിടങ്ങൾ തേടി നടന്ന് ഒരു ഹല്ലേലൂയ ചില വേലകൾ ചെയ്യുവാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിനക്ക് കൂട്ടാളികൾ കാണില്ല. അവിടെ സാധാരണ സിംഹാസനമായിരിക്കും. അവിടെയും ദൈവം നടത്തുവാൻ ശക്തനത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ തന്നെ പെന്തക്കോസ്തേ സഭയിലെ വിശ്വാസികളോട് പറയുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിശ്വാസം മുറുകെ പിടിച്ചാലും എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം അറിയും. നീ വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞാലും, ഞാൻ നിങ്ങൾ എപ്പോഴാണോ വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞാലും, ഹല്ലേലൂയ, അവിടെ നമ്മൾ അറിയും. അത് എന്റെ ദൈവം അറിയും. ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ്, ഹല്ലേലൂയ. അതിന്റെ താഴെയുള്ള വചനങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ എന്റെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഹല്ലേലൂയ. പലരും വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല, എനിക്കിത് മുന്നോട്ട് പോകാൻ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മുന്നോട്ട്, കാരണം പിന്തുടരും പിടിക്കും കൊള്ള പിന്തുടരും എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അലർന്ന സിംഹം പോലെ അവന്റെ വിശ്വാസത്തിൽ നിൽക്കുവാൻ കഴിയാവുമാണ് പോരാടുമ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥനയോടും ആരാധനയോടും അഭിഷേകത്തോടും നിന്നില്ല എങ്കിൽ അവന് ഈ വിശ്വാസ ജീവിതത്തിൽ ഈ പോർക്കളത്തിൽ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ അതിന്റെ മെസ്സേജ് ഞാൻ ഇങ്ങനെ പറയുന്നു, യുദ്ധത്തിനായ എന്റെ വിരലുകളെയും പോരിനായ എന്റെ കൈകളെയും അഭ്യസിപ്പിക്കുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവം. ആമേൻ, 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 ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും പെന്തക്കോസ്തേ സഭക്കാരോട് പറയുന്നു, എങ്കിലും ഒരു കുറ്റത്തിനെ കുറിച്ച് പറയുവാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്താ കുറ്റം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒരു കുറ്റം, എങ്കിലും നിന്നെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്. നീ നല്ല വിശ്വാസമൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്നു, നീ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു കുറ്റം, എന്നെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട് ദൈവത്തിന്. ആമേൻ. അതെന്താ? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർത്ഥം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ബാലാക്കിന്റെയും ബിലയാമിന്റെയും ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹല്ലേലൂയ നിക്രോമ്യരുടെയും ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ ഉപദേശിക്കുന്ന നിന്റെ സഭയിലുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്തേ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ എന്റെ ദൈവം ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ മനുഷ്യപുത്രന്മാരുടെ നടപ്പൊക്കെയും ഹല്ലേലൂയ സൂക്ഷിച്ചു നോക്കുന്നു, തൂക്കി നോക്കുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ആകയാൽ ദൈവം പറയുന്നു, മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ, ആകയാൽ മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ഇതിൽ നിന്ന് ജയിച്ചാൽ, അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഇതിൽ നിന്ന് ജയിച്ചാൽ എന്ത് കിട്ടും? ഈ ഒരു അവസ്ഥയിൽ സാധാരണ സിംഹാസനത്തിലാണ് നീ ഇരിക്കുന്നത്, പാർക്കുന്നത്. എന്താ കിട്ടുന്നത്? ഹല്ലേലൂയ, 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 സ്തോത്രം. എന്ത് കിട്ടുമെന്നാ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്? മറഞ്ഞിരിക്കുന്ന ചിലതുണ്ട്, മറഞ്ഞിരിക്കുന്ന മന്ന. ഹല്ലേലൂയ. നമുക്ക് ഒരു നന്മ കൊണ്ട് വെച്ചിട്ടാണ് ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നത്, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പറഞ്ഞയക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് തന്നെ അറിയാലോ, ഓട്ടക്കളത്തിൽ അനേകം പേർ ഓടും, ബിരുദ പ്രാപിക്കുന്നവർ ഒരുവൻ. അപ്പൊ നമുക്കിങ്ങനെ ഓട്ടക്കളത്തിൽ അനേകം പേർ ഓടുവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ കൊണ്ട് എന്ത് വെച്ചേക്കും? വലിയ വലിയ ഗോൾഡ് മെഡലുകള് അല്ലെ കപ്പുകള് ഒക്കെ വെച്ച് ഹല്ലേലൂയ നമ്മൾ അതിനെ നോക്കിയാണ് ആ ഓടുന്നത്. ഓട്ടക്കളത്തിലെ ഹല്ലേലൂയ ശക്തിയോടെ ഓടുവാൻ നിൽക്കുന്നവര്. അതുപോലെ എന്റെ കർത്താവ് പറയും പെന്തക്കോസ്തേ സഭയിലെ ഹല്ലേലൂയ, ഹല്ലേലൂയ ജനത്തോട് പറയുന്നത്, ഇതിനെ ജയിച്ചാല് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന മന്ന ഹല്ലേലൂയ ലഭിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തെ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കോ. ഹല്ലേലൂയ. എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക, എഫേസോസിലെ സഭ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു
പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. 7 പൊൻനിലവിളക്ക് നിസാരക്കാരനല്ല, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. അവരോട് നീ കൂടില്ല, അവരെ മാറ്റി നിർത്തും. ഹല്ലേലൂയ. അതൊക്കെ ഞാൻ അറിയുന്നു. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ ചിലരൊക്കെ അപ്പോസ്തലന്മാരല്ല, പക്ഷെ നമ്മൾ പോകുന്ന പോക്ക് വരുന്ന വരത്തിലൊന്നുമില്ല. പക്ഷെ കണ്ടാൽ എന്ത് വിചാരിക്കും? നമ്മൾ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് തോന്നും. അപ്പോസ്തലന്മാരല്ല, അവരെ കാണിക്കും. അവര് കാര്യത്തിലൊന്നുമില്ല, പക്ഷെ അതിന് പ്രകസനം കാണിക്കും. അതിനെ പരീക്ഷിച്ച് ഹല്ലേലൂയ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ള എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും. എന്റെ നാമനിമിത്തം നീ സഹിച്ചത് പ്രിയ ദൈവവൈദ്യനെ, ദൈവനാമം നിമിത്തം നാം ഏൽക്കുന്ന നിന്ന, നാം ഏൽക്കുന്ന പരിഹാസം, നാം ഏൽക്കുന്ന ദുഷി, ഇവയെല്ലാം ഹല്ലേലൂയ നീ തളർന്നു പോകാത്തതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ തളർന്നു പകൽക്കാലം ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയെ, ഹല്ലേലൂയ ദൈവസഭയെ നീ തളർന്നു പോകാത്തതും. നീ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ നീ തളർന്നു പോകേണ്ടവനായിരുന്നു, നീ പതറിപ്പോകേണ്ടവനായിരുന്നു, നീ ആത്മഹത്യ ചെയ്യേണ്ടവനായിരുന്നു. പക്ഷേ ഞാനും നിങ്ങളും എന്നും ഹല്ലേലൂയ പിടിച്ചു നിൽക്കുന്നതും തകർന്നു പോകാത്തതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. യഹോവയായ ദൈവം ഞങ്ങളെയും എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവം. നീ പലപ്പോഴും കരയാറുണ്ട്, അയ്യോ എന്നെ ആരും അറിയുന്നില്ലേ, എന്നെ ആരും അറിയുന്നില്ലേ, എന്റെ അമ്മയെ അറിയുന്നില്ലേ, എന്റെ അപ്പൻ അറിയുന്നില്ലേ, എന്റെ പ്രിയപ്പെട്ടവർ അറിയുന്നില്ലേ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയവര്, കൊടുത്തവര്, സന്തോഷം അനുഭവിച്ചവര് എന്നെ അറിയുന്നില്ലേ. എന്റെ പ്രിയ ദൈവസഭയെ, ഇന്ന് പകൽക്കാലം നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ തളർന്നു പോകാത്തത് അറിഞ്ഞ ഒരു സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എങ്കിലേക്ക് നിങ്ങളുടെ ചെറുക്കൊക്കെ പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം, നീ അന്ന് പാടുമായിരുന്നു, അന്ന് നൃത്തം ചെയ്യുമായിരുന്നു, അന്ന് ഉപവസിക്കുമായിരുന്നു, അന്ന് കർത്താവിനോട് എപ്പോഴും ഇരിക്കുമായിരുന്നു, അപ്പതാ നീ ക്ഷമിക്കുമായിരുന്നു, നീ മറ്റുള്ളവർ താഴ്മ ധരിക്കുമായിരുന്നു, വിനയപ്പെടുമായിരുന്നു, ഫലം കാഴ്ച ഇങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെ ഹല്ലേലൂയ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞതൊരു കുറ്റം എന്നെ നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ആദ്യത്തെ പോലെ അന്യഭാഷ പറയാൻ പറ്റുന്നില്ല, ആദ്യത്തെ പോലെ ആരാധിക്കാൻ പറ്റുന്നില്ല. പാസ്റ്റർ വന്ന് ഹല്ലേലൂയ തലയിൽ അടിച്ചാലേ തുള്ളൽ വരുള്ളൂ, ചാട്ടം വരുള്ളൂ, അന്യഭാഷ വരുള്ളൂ. ഹല്ലേലൂയ ഇതൊന്നും അല്ല. ഹല്ലേലൂയ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞതൊരു കുറ്റം. ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ആത്മവിശുദ്ധനായ യോഹന്നാൻ, ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ എവിടെയാ ആത്മവിശുദ്ധനായത്? ദ്വീപിനകത്താണ്. ഹല്ലേലൂയ പാമ്പും തേടും പഴുതാദികളും നിറഞ്ഞ ദ്വീപിനകത്ത് ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ഇതിന്റെ സാഹചര്യങ്ങൾ മറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നെങ്കിൽ അവിടെ ഇറങ്ങി വരുന്നവരാണ് എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം. അവരാണ് ക്രിസ്ത്യാനി, അവരാണ് ദൈവവൈതൽ, ഹല്ലേലൂയ അവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ, അവനാണ് അഭിഷേകമുള്ളവൻ. ഹല്ലേലൂയ നമ്മുടെ അഭിഷേകത്തിന്റെ തലം എവിടെ? ഹല്ലേലൂയ. 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 സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഇതിൽ നിന്ന് നമ്മൾ മാനസാന്തരപ്പെടണം. ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് വെച്ചാൽ എന്താണ്? മനസ്സ് ദൈവം തമ്മിലുള്ള അന്തരം വരും. ഹല്ലേലൂയ അത് മാറി മനസ്സിനെ അടുക്കണം, അന്തരം മാറ്റി അടുക്കണം. ഹല്ലേലൂയ ദൈവത്തോട് അടുക്കണം. ദൈവത്തെ ഹല്ലേലൂയ മനസ്സിൽ നിന്ന് ദൈവത്തെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവന്റെ പേര് മണ്ണിൽ എഴുതി വെക്കും. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ചോദന ചെയ്യണം, നമ്മുടെ പേര് മണ്ണിലാണോ അല്ലെങ്കിൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ കുറവുകളില്ലെന്നല്ല, കുറ്റങ്ങൾ വരത്തില്ലെന്നല്ല, പ്രതികൂലങ്ങൾ വരത്തില്ലെന്നല്ല, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ലെന്നല്ല, എപ്പോഴും ഒരുപോലെ ഒരേ നിലവാരത്തിൽ അന്യത കാണണമെന്നില്ല. പക്ഷേ ദൈവ സാന്നിധ്യം നമ്മൾക്ക് ചോർന്നു പോകുമ്പോ ഒരു ദൈവവൈദ്യൻ അറിഞ്ഞിരിക്കണം. എന്റെ സാന്നിധ്യം വിട്ടുപോയി. ശൗല് തന്റെ സാന്നിധ്യം വിട്ടുപോയപ്പോൾ ശൗലിന്റെ കൂടെ നിന്ന് ഹല്ലേലൂയ പടന്മാർക്ക് അറിയാൻ പറ്റി. ശൗലിന്റെ വേണ്ടുന്ന അഭിഷേകം മാറിയപ്പോൾ ദുരാത്മാവ് ആ ഭാഗത്ത് കടന്നു വന്നപ്പോ ശൗലിന്റെ പടന്മാർക്ക് പടയാളികൾക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, ദാവീദ് അഭിഷേകമുള്ളവരെ വിളിച്ചുകൊണ്ടുവാ, അഭിഷേകമുള്ളവരെ വിളിച്ചുകൊണ്ടുവാ. അഭിഷേകത്തോടെ ഹല്ലേലൂയ കിന്നരം വായിക്കുമ്പോൾ അവന്റെ വേണ്ടുന്ന ദുരാത്മാവ് മാറിപ്പോയി.
ജീവവൃക്ഷത്തിന്റെ ഫലം. ജീവവൃക്ഷത്തിന്റെ ഫലമാണ് ഈ കഷ്ടത സഹിച്ച്, ഈ ഭാരങ്ങൾ സഹിച്ച്, ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയി. പക്ഷെ നിനക്ക് ആദ്യ സ്നേഹം വിട്ടുറങ്ങുന്ന ഒരു കുറ്റം കർത്താവിന് പകരക്കാരൻ പറയുവാനുണ്ട്. അത് വിട്ട് മാനസാന്തരപ്പെട്ടു വന്നാൽ ഹല്ലേലൂയ, ജീവവൃക്ഷത്തിന്റെ ഫലം. അതെങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്? ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ വായിച്ചോ. മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താ കൊടുക്കും? അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നമ്മളൊരു നിലയിൽ നിർത്തി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ സ്ഥാനത്തെന്ന്. ആ നിലയിൽ നിന്ന് ഫ്രണ്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അത് പിന്നത്തെ നമ്മളെന്തായാലും പിന്നിൽ നിന്ന് വന്നവരുണ്ട്. അവരോട് മുന്നിൽ നമ്മുടെ അടുത്ത് ബാറ്ററി വെക്കും. പണ്ടൊരു വചനം ഹല്ലേലൂയ പറയാറുണ്ട്, നമ്മുടെ ഗുണത്തെ ഉണച്ചു കളഞ്ഞിട്ട് പകരുന്നവരെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. നമ്മൾ നിറഞ്ഞെന്ന് വിചാരിച്ചിരിക്കും നമ്മൾ ഗുണവും വെച്ചിട്ട്. പക്ഷേ ആ ഗുണത്തെ കർത്താവ് ഉണച്ചു കളയും. കളഞ്ഞിട്ട് പകരുന്നവന്റെ മേലെ ഇത് ഹല്ലേലൂയ, പകർന്നു കൊടുക്കുന്നവന്റെ മേലെ ഹല്ലേലൂയ ഇത് വീണ്ടും പകർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഉള്ളവന്റെ ഹല്ലേലൂയ ഉള്ളവൻ തന്നെ വീണ്ടും വീണ്ടും എന്ത് കൊടുക്കും? കൊടുത്തുകൊണ്ടേയിരിക്കും. ഇല്ലാത്തവൻ ഹല്ലേലൂയ വർഷങ്ങളായി കാണും സഭയിൽ വന്നിട്ട്. ഹല്ലേലൂയ, വർഷങ്ങളായിട്ട് തുള്ളുന്നവനായിരിക്കാം, അന്യഭാഷ പറയുന്നവനായിരിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായിരിക്കാം, ഒരേ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കും. പക്ഷെ അവരെ വായിൽ നിന്ന് ദൂഷണമല്ലാതെ വേറൊന്നും വരത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നാളൊരു ദൈവദാസൻ പ്രസംഗിക്കുന്നതിനകത്ത് വായി തുറന്നാൽ ക്ലോസറ്റ് ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ, ശരിയാ. ഹല്ലേലൂയ, ചില വ്യക്തി ജീവിതങ്ങളിൽ അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താനും ഹല്ലേലൂയ വചനം എങ്ങനെ പഠിപ്പിക്കുന്നു? നീ വിധിക്കരുത്, എന്നാൽ നാം വിധിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നമ്മുടെ കുറവുകൾ നോക്കി വിധിച്ചാൽ ഹല്ലേലൂയ മറ്റാർക്കും നമ്മളെ വിധിക്കാൻ വരത്തില്ല. ഹല്ലേലൂയ, ഇത് മറ്റുള്ളവരെ ദൂഷണനാമമുള്ള വൈശാചിക ശക്തി ഹല്ലേലൂയ നാവില് ഹല്ലേലൂയ പിടിച്ചിരിക്കുമ്പോൾ 24 മണിക്കൂറും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, സഭയെ കുറ്റം പറഞ്ഞ്, ഹല്ലേലൂയ ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ കുറ്റം പറഞ്ഞ് ദൂഷണനാവും ഹല്ലേലൂയ നാമവും എടുത്തുകൊണ്ട് നിൽക്കും. ഹല്ലേലൂയ, ഏതിൽ നിന്ന് വീണിരിക്കുന്നു അത് മടങ്ങി വന്നാൽ എന്താ കൊടുക്കുന്നത്? ഹല്ലേലൂയ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് പകൽക്കാലം ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഒരാൾ ചെന്ന് പർദീസയിൽ ചെന്ന് പറിച്ച് നേരത്തെ തിന്നാനായിട്ട് നോക്കി. പക്ഷേ അന്ന് അവന്റെ ആത്മവാസം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, പക്ഷേ ദൈവം പറയുന്നു ഇതിനെ ജയിച്ചാൽ ഹല്ലേലൂയ അതിസ്നേഹം വിട്ട് കളഞ്ഞത് മാറ്റി സഹിഷ്ണുത ഹല്ലേലൂയ എല്ലാം നമ്മൾ ശീലിച്ച് കർത്താവിന് വേണ്ടി സഹിക്കുവാൻ ഹല്ലേലൂയ ക്ഷമിച്ചത്, തളർന്നു പോകാത്തത്, വേദനകളും നിരാശകളും വന്നപ്പോൾ കർത്താവിനെ മറന്നു പോകാത്തത് ഒക്കെയും ഹല്ലേലൂയ നീ ചെയ്തത് കൊണ്ട് നീ ഇപ്പോ ഹല്ലേലൂയ പഴയതുപോലെ അല്ല. നിനക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നാല് എന്ത് തരും? പർദീസയിൽ അന്ന് ഹല്ലേലൂയ ആ ആദമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയത് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പോയി നന്മ കൊണ്ടുവച്ചിട്ട് ദൈവം നാം സഭയോട് പറയുന്നു. ഹല്ലേലൂയ, അടുത്ത ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അടുത്ത ഹല്ലേലൂയ എഫെസസിലെ സഭയോട് എന്താ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 2 ഹല്ലേലൂയ 1 മുതൽ 7 വരെ വായിക്കാവോ? സോറി ഹല്ലേലൂയ സ്മുർന്നയിലെ സഭ 2 8 മുതൽ 11. ഹല്ലേലൂയ. സ്മുർന്നയിലെ സഭയുടെ ദൂതനെ എഴുതുക, മരിച്ചവനായിരുന്ന വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാവുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്മുർന്നയിലെ സഭയിലേക്ക് എഴുതിയത് നിന്റെ കഷ്ടതയും. ഇത് പല ക്രിസ്ത്യാനികളെ നോക്കിയാല് ഹല്ലേലൂയ ഞാൻ വർഷങ്ങൾ കൊണ്ട് കാണുന്ന ഒത്തിരി നല്ല ദൈവദാസന്മാര് കുടുംബങ്ങളുണ്ട്. പക്ഷെ അവര് സാമ്പത്തികം നോക്കിയാലും വളരെയധികം വളർച്ചയൊന്നുമില്ല. പക്ഷെ ആരും പുറത്ത് കൈകെട്ടാനൊന്നും പോകത്തില്ല. പക്ഷെ അവരെപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് അവർ വസ്ത്രം ധരിക്കാറുണ്ട്. അവർ വീട്ടിലെ കാര്യങ്ങളൊന്നും പുറത്ത് പറയണ്ട, എല്ലാവരും പുറത്ത് പറയണ്ട. പക്ഷെ കർത്താവ് എന്ന് പറയുന്നു, ഞാൻ ഹല്ലേലൂയ വചനം എന്താ പറയുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ, നിന്റെ ഇല്ലായ്മകളും നിന്റെ വല്ലായ്മകളും നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ ഉള്ള അവസ്ഥകളും ഈ ലോകത്തെ ഭൂമിയിലെ ഒരാളും അറിയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രിയ സഭയെ, എന്റെ നിങ്ങളുടെ പ്രവൃത്തികളെ അറിയുന്ന ദൈവം. എന്ന സഭയ്ക്കകത്ത് ചില ധനവാന്മാരുണ്ട്. അതെ, അതിനെ ദൈവം അറിയുന്നു. ധനവാന്മാർ
ഹല്ലേലൂയ. പിന്നെ യഹൂദന്മാരല്ലാതിരിക്കെ, യഹൂദൻ എന്ന് പറയും ചില യഹൂദന്മാരാണ്, യഹൂദ എന്ന ഗോത്രമാണല്ലോ സ്തുതിക്കുന്നവൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കും. പക്ഷേ ഹല്ലേലൂയ സ്തുതിക്കുവാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ സമയം പോയി. ഹല്ലേലൂയ സ്തുതിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ സ്തുതിക്കുന്നവരെന്ന് പറയും, പക്ഷേ സ്തുതികളുടെ കൂട്ടത്തിൽ കാണത്തില്ല. സ്തുതിക്കുന്നവരെന്ന് പറയും, പക്ഷെ അവർ അനങ്ങത്തില്ല, അവർ കൈയടിക്കത്തില്ല, അവർ സ്റ്റാറ്റസ് പോകും. ഹല്ലേലൂയ മീഖൽ പറഞ്ഞു എന്റെ സ്റ്റാറ്റസ് പോകും. പക്ഷേ എന്റെ ദൈവം പറഞ്ഞു ഹല്ലേലൂയ അവളുടെ ഉദരത്തെ അടച്ചുകളാം. നമ്മുടെ സ്റ്റാറ്റസ് നോക്കി ആരാധിക്കുന്ന ദൈവമകനെതിരെ അല്ല, നമ്മുടെ സ്റ്റാറ്റസ് അല്ല. ഈ ദൈവത്തെ വിളിക്കുന്ന സ്റ്റാറ്റസ് നമുക്ക് ഉണ്ടാക്കി തന്നത് ദൈവമാണെങ്കിൽ, അവൻ ഈ ലോകത്തിലെ സകലത്തെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ അവന് തക്ക വസ്തു കൊടുക്കാൻ ചെയ്യേണ്ടത്. ഈ നാമം എടുക്കുവാൻ നമ്മുടെ നാവിൽ അധികാരം തന്ന, നമുക്ക് വേണ്ടി ജീവൻ വെച്ച ദൈവത്തെ ജയിക്കുന്നവന്, ഇതിൽ നിന്ന് ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ഒരു ദോഷവും വരത്തില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത 2 സഭകളും കൂടെ ഉണ്ട്, നമുക്ക് പറയാനുണ്ട്. വെളിപ്പാട് പുസ്തകം 2:18 മുതൽ 19 ഒന്ന് വേഗത്തിൽ വായിക്കാവോ? ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു, നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, ഹല്ലേലൂയ, വിശ്വാസം, ശുശ്രൂഷ, ഇതെല്ലാം ഞാൻ അറിയുന്നു. നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, ഹല്ലേലൂയ, നിന്റെ ഓരോ പ്രവൃത്തിയും സ്നേഹമെല്ലാം ഞാൻ അറിയുന്നു. നിന്റെ സ്നേഹം ആദ്യത്തേക്കാൾ, എല്ലാവരും പലർക്കും ആദ്യം എല്ലാ അഭിഷേകപരവും ആരാധന, ഹല്ലേലൂയ, ദൈവവചനത്തെ അതൊക്കെ കൂടും. പക്ഷെ ഇവിടെ തുയരയിലെ സഭയിലെ മെമ്പർമാരോട് പറയുകയാണ്, ഹല്ലേലൂയ നീ ആദ്യത്തേക്കാൾ കൂടിയിട്ടുണ്ട്. അപ്പൊ കൂടുതലുള്ള ദൈവമായിരുന്നല്ലേ, നിനക്ക് സന്തോഷിക്കാനൊരു കാരണമുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ശ്രേഷ്ഠമായി കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ പണ്ടത്തെ അന്യഭാഷയല്ല, ഇപ്പോ പണ്ടത്തെ ആരാധന അല്ല, പണ്ടത്തെ പാട്ടല്ല, പണ്ടത്തെ നൃത്തമല്ല, പണ്ടത്തെ ദൈവവചന ധ്യാനമല്ല. ഹല്ലേലൂയ. പണ്ട് ഞാൻ 2 മണിക്ക് പ്രാർത്ഥിച്ചു, 1 മണിക്ക് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 3 മണിക്ക് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ 5 മണിക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. പക്ഷേ പലർക്കും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പലർക്കും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവർക്ക് എന്താ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എന്താ പറയുന്നത്? അത് ആദ്യം വായിക്കണ്ട. നിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. അന്റെ താഴെ ഹല്ലേലൂയ എന്താ പറയുന്നത്? ഹല്ലേലൂയ എന്താ കൊടുക്കും? ഇത് ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഈ വിശ്വാസത്തിൽ ക്ഷയിച്ചു പോകാതെ, ഈ പ്രാർത്ഥനയിൽ കുറയാതെ, ആദ്യ സ്നേഹത്തേക്കാൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നതിന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അവകാശം കൊടുക്കും. ജാതികളുടെ മേൽ അധികാരം നടത്തുവാനുള്ള അവകാശം ദൈവം കൊടുക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3:1 വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കുറിച്ച് സഭയിലെ ആളുകളെ കുറിച്ച് ചിലത് പറയുന്നുണ്ട്. ജീവനുണ്ടെന്ന് പേര് പറയുകയും ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എങ്കിൽ നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ പ്രിയ സഭയെ നിങ്ങളോട് പറയാനുള്ളത്, ജീവനുള്ളവർ നിങ്ങൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, നൃത്തം ചെയ്യുന്നു, ഓടുന്നു, കണ്ണക്ഷോഭം ചെയ്യുന്നു, അതിതൊന്നും അല്ല. ജീവനുണ്ടെന്ന് നീ പേര് പറയും, പക്ഷേ മരിച്ചവരെ പോലെ ഇരിക്കുന്നു. നീ എഴുന്നേറ്റ് മാനസാന്തരപ്പെട്ട് ഇന്ന് പകൽക്കാലം ചാവാറായ ശേഷിപ്പുകളുണ്ട്. അനേക പട്ടണങ്ങൾ, അനേക രാജ്യങ്ങളിൽ സുവിശേഷം എത്താത്ത ഇടത്തേക്ക് ഹല്ലേലൂയ മരിച്ച അസ്ഥി താഴ്വര പോലെ കിടക്കുന്ന ഇടങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും അയക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഇടങ്ങളിൽ പോയി മരിച്ചവനായിരിക്കുവാനല്ല, തളർന്നിരിക്കുവാനല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജീവനുള്ളവെന്ന് നമ്മൾ പേര് പറയും, അവൻ പാടുന്നു, ആരാധിക്കുന്നു. പക്ഷേ അല്ല എന്റെ കർത്താവ് പറയുന്നു മരിച്ചവനെന്ന്. അത് ചാടി എഴുന്നേൽക്കാൻ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തിയെ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളവനായി കാണുന്നില്ല. ഹല്ലേലൂയ. എന്താ വചനം പറയുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് നിന്റെ പ്രവൃത്തി, ഈ ഉറങ്ങിക്കിടക്കുന്നവന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കാണുന്നില്ല. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും തൂക്കി നോക്കുന്ന ദൈവം, എന്നെയും നിങ്ങളെയും അറിയുന്ന ദൈവം. ഹല്ലേലൂയ. നീ ഇപ്പൊ ഉണർന്നില്ലെങ്കിലേ ഞാൻ നടന്ന പോലെ വരും. ഹല്ലേലൂയ. കടലെ പോലെ വരും. ഹല്ലേലൂയ.
ഹല്ലേലൂയ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ നമ്മളെല്ലാം വിചാരിച്ച് ഉറങ്ങിക്കിടക്കും, പക്ഷെ കള്ളനെ പോലെ കർത്താവ് വരും. പക്ഷേ ഇത് ജയിച്ച് ഉണർന്നിരുന്ന് ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്നവരെ എന്ത് ചെയ്യും? ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ കൂടെ വെള്ളയുടുപ്പും വലിച്ചുകൊണ്ട് വഴി പോകും സ്വർഗത്തിൽ. ഹല്ലേലൂയ വെള്ള ഉടുപ്പ് ധരിക്കും. ഹല്ലേലൂയ വെള്ള ഉടുപ്പ് ധരിക്കും. പണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു വസ്ത്രമായിരുന്നു വെള്ള. അപ്പൊ എന്റെ മോൻ വളർന്നു വന്നപ്പോ അവനും പറയുന്നത് വെള്ളം ഇഷ്ടമില്ലാത്ത. ഞാൻ ആകെ ഇപ്പം വെള്ളാതെ കഷ്ടതയിലിരിക്കുവാണ്. ഹല്ലേലൂയ ഞാനിപ്പോ വെള്ളം ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്റെ മോൻ പറയുന്നു ഹല്ലേലൂയ വെള്ളം ഇഷ്ടമില്ലാതെ. എങ്കിലും വരും കാലങ്ങളിൽ അവൻ വെള്ളം ഇഷ്ടപ്പെടും. ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഇത് ജയിച്ചാല് ജീവന്റെ പുസ്തകത്തിൽ പേര് ഹല്ലേലൂയ വരും. ജീവന്റെ പുസ്തകത്തിൽ പേര് വരും. വെള്ള ഉടുപ്പ് കൊണ്ട് നടക്കുവാനായിട്ട്. അത് 7ാമത്തെ ഒരു സഭയുണ്ട്, ലവോദിക്യ സഭ. അതിലെന്താ പറയുന്നത്? ഹല്ലേലൂയ 15-19 15 മുതൽ 3-15 വരെ സമയം കഴിഞ്ഞു പോയി. ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഒന്നിന് നീ ശീതവാനായി, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കെ. അങ്ങുമില്ലാതെ ഇരുന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ നമ്മൾ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവസഭയെ ഒന്നുകിൽ പാടുന്നെങ്കിൽ പൂർണ്ണമായി പാട്, ഒന്ന് നൃത്തം ചെയ്യുന്നെങ്കിൽ നൃത്തം ചെയ്, ആ ദൈവത്തെ വചനം സാക്ഷിക്കുന്നെങ്കിൽ സാക്ഷിക്ക്. അല്ലാതെ ഞാൻ ഉഷ്ണവാനുമല്ല, ഞാൻ ശീതവാനുമല്ല. എന്റെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം സഭയോട് പറയുവാനുണ്ട്. ഹല്ലേലൂയ ഒന്നുകിൽ നീ ഉഷ്ണവാനായിരുന്നോ അല്ലെങ്കിൽ ശീതവാനായിരുന്നോ? നീ ശീതോഷ്ണവാനായിരുന്നാൽ ഞാനിനെ തുപ്പിക്കളയും, അത്രേ ചെയ്യുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉമിണ്ട് കളയും. ഹല്ലേലൂയ ഹല്ലേലൂയ അതുകൊണ്ട് അവിടെയും ചാടി ഇവിടെയും ചാടി നിൽക്കാതെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കൂടെ ഇരിക്കണമെങ്കിൽ ലവോദിക്യ സഭയോട് പറയുന്നു. ഹല്ലേലൂയ എന്താ പറയുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഒരുങ്ങിയിരുന്നേ പറ്റൂ, ഒരുങ്ങിയിരുന്നേ പറ്റൂ. ഹല്ലേലൂയ ഒരുങ്ങിയിരുന്നേ പറ്റൂ. ഹല്ലേലൂയ നമുക്ക് മറ്റൊരു ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സഭയോട് ഇന്ന് പകൽക്കാലം ഇത് തന്നെയാണെങ്കിലും പറയേണ്ടത്. ഹല്ലേലൂയ നമ്മൾ ശമൂവേലിനെ നോക്കാം. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ വായിക്കാനുള്ള സമയമില്ല. ഹല്ലേലൂയ ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ 1 ശമൂവേൽ 16:7 ഹല്ലേലൂയ തനിക്ക് 12 മക്കളുണ്ടായിരുന്നവരെല്ലാം വിളിച്ച് അത് ശമൂവേലിനോട് പോയി ഹല്ലേലൂയ രാജാവായി അഭിഷേകം ചെയ്യുവാൻ പറയുന്നു. പക്ഷെ എന്താ പറ്റിയത്? എന്നെ ശമൂവേൽ പോയി, പക്ഷെ പ്രവാചകന്മാർക്ക് തെറ്റുപറ്റും, പ്രവചനം മാറിപ്പോകും. ശമൂവേൽ പോയി ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന മക്കളെല്ലാം നോക്കി തടിച്ചതും കൊടുത്തതും ഒക്കെ വന്നപ്പോൾ ഇതായിരിക്കും ദൈവത്തിന്റെ പൈതലായി വരാട്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ എന്റെ കർത്താവ് പെട്ടെന്ന് അഭിഷേകത്തിന് ഹല്ലേലൂയ കൊമ്പ് തൈലം കൊണ്ട് അവന്റെ തലമേൽ ഒഴിക്കാൻ പറഞ്ഞപ്പോ എന്റെ കർത്താവ് പറഞ്ഞു, നീ അവന്റെ മുഖമോ പൊക്കമോ ഹല്ലേലൂയ നോക്കരുത്. ഹല്ലേലൂയ ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ 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 ഞാൻ ഹൃദയങ്ങളെ നോക്കുന്നു, മനുഷ്യരമോ പുറമേ ഉള്ളത് നോക്കുന്നു. എന്നെ നിങ്ങളെ ഇന്ന് പകൽക്കാലം തൂക്കി നോക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ പുറമേ ഉള്ളത് പ്രവചനങ്ങളൊന്നും എന്റെ ദൈവം നോക്കത്തില്ല. അഹം കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം നമുക്ക് കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ പ്രിയ ദൈവസഭയെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഉറങ്ങുന്നവനായിട്ടല്ല, അവൻ കണ്ണനായി വരും. അവൻ കണ്ണനെ പോലെ വരും. നമ്മൾ ഉഷ്ണവാനോ അല്ലെങ്കിൽ ശീതവാനോ ഹല്ലേലൂയ ഏതെങ്കിലും ഒന്നായിരിക്കുക. ശീതോഷ്ണവനായി നമ്മൾ തീരരുത്. അല്ലെങ്കിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കാൻ സമയമായി ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ സഭ ഉണർന്നേ മതിയാവൂ. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന് മേലും തന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് പകൽക്കാലം ദൈവമേ പ്രിയ സഭയ്ക്ക് വേണ്ടി ചെയ്തത് ആത്മാവിന് ഹല്ലേലൂയ തന്നത് സംസാരിപ്പാൻ ദൈവം മണ്ണിനെ ബലപ്പെടുത്തി. എന്റെ കർത്താവേ ഞങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരായിട്ടല്ലപ്പ, കർത്താവിന്റെ വചനങ്ങളെ പ്രമാണിക്കുന്നവരാക്കി ദൈവം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ചെങ്ങന്നൂരിന്റെ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ ചർച്ചിലെയും അതിന്റെ ചർച്ചിൽ ഹല്ലേലൂയ അതിന് ഹല്ലേലൂയ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ദൈവദാസന്മാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ തന്റെ മക്കളിലൂടെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു വചനം ഹല്ലേലൂയ വചനവുമായി കർത്താവേ ഹല്ലേലൂയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അധികം ശക്തിയോടെ അധികം ബലത്തോടെ അന്ത്യകാലത്ത് ഉണർവിന് വേണ്ടി പട്ടണങ്ങളെ രാജ്യങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് പിടിച്ചടക്കുവാൻ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് എന്റെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുവാൻ ഓട്ടക്കളത്തിൽ അനേകരുണ്ട്. ബിരുദം പ്രാപിക്കുന്നവരൊരുവൻ കർത്താവേ ഞങ്ങൾക്ക് ഓടുവാനുള്ള ബലം ഞങ്ങൾക്ക് തരണം കർത്താവേ. കർത്താവേ ഞങ്ങളുടെ വായിൽ നിന്ന് കൊണ്ട് കളയുവാൻ നീ അനുവദിക്കരുതേ കർത്താവേ. കള്ളനെ പോലെ വരുവാൻ ഞങ്ങൾ ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ അകപ്പെട്ടു പോകാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
കർത്താവേ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഹല്ലേലൂയ ഈ അവസരം ഹല്ലേലൂയ ഞങ്ങൾക്ക് തന്ന പ്രിയ അഭിഷിക്തനെയും കുടുംബത്തെയും ഒരിക്കൽ കൂടി അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സഭാവിശ്വാസികളെ ഏൽപ്പിക്കുന്നു, സകലത്തെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ അടിയനെ ദൈവകരങ്ങൾ പൊടിയോടെ താഴ്ത്തുന്നു. കൃപയോടെ യാചന കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ.